നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുവേദികളിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ പലപ്പോഴും പല അബദ്ധങ്ങൾ സംഭവിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് എപ്പോഴും അദ്ദേഹത്തിന് പണി നൽകാറുള്ളത് മൈക്കാണ്. ഇത്തവണയും മൈക്ക് അദ്ദേഹത്തിന് പണി നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിലേക്ക് മുഖ്യമന്ത്രി പൊതുയോഗങ്ങൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റാൽ നെഞ്ചിടിപ്പ് കൂടുന്ന ഒരു വിഭാഗമാണ് മൈക്ക് ഓപ്പറേറ്റർമാർ. നമുക്ക് അതിൻ്റെ പിന്നിലുള്ള രഹസ്യമൊക്കെ അറിയാവുന്നതാണ്. പ്രസംഗം കഴിയും വരെ തീർച്ചയായിട്ടും നെഞ്ചിടിപ്പോടെയാണ് മൈക്ക് ഓപ്പറേറ്റർമാർ ഇരിക്കുന്നത്. അതിനുള്ള കാരണം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കേണ്ടതില്ലല്ലോ. കേരള ജനതയ്ക്ക് അത് പരിചയമുള്ള കാര്യം തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ കോപത്തിന് പാത്രമാകാതിരിക്കാൻ പലതവണ ചെക്ക് ചെയ്യും. സംഘാടകർ ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തും. മൈക്ക് പണിമുടക്കിയാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് മുൻപും വാർത്തയായിട്ടുമുണ്ട്. ഇന്നലെയും ഇത്തരമൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി സംസാരിക്കവേ മൈക്ക് പണിമുടക്കി. പുനലൂരിൽ CPM ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന പ്രസംഗം തുടങ്ങിയപ്പോഴാണ് മൈക്ക് തകരാറിലായത്. ഏരിയ കമ്മിറ്റി ഓഫീസിന് VS അച്യുതാനന്ദന്റെ പേര് നൽകിയത് എല്ലാ അർത്ഥത്തിലും ഔചിത്യപൂർണമായ നടപടിയാണെന്നും VS ഭവന്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെ അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായി എന്ന് പറഞ്ഞപ്പോഴേക്കും പണിയിട്ടുകയായിരുന്നു. മൈക്ക് തകരാറിലായി. പക്ഷേ എല്ലാവരും പേടിച്ചു. സാധാരണ മൈക്ക് തകരാറിലാകുമ്പോൾ മുഖ്യമന്ത്രി ദേഷ്യപ്പെടാറാണ് പതിവ്. പക്ഷേ ഇത്തവണ എന്തായാലും അത്തരത്തിൽ ദേഷ്യപ്പെടലൊന്നും ഉണ്ടായില്ല. സംസാരിക്കുന്നത് കട്ടാകുന്നതായി മൈക്കുകാരനെ ശ്രദ്ധിക്കണമെന്നും വളരെ ശാന്തനായി പറയുന്ന മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. മൈക്കുകാരൻ എന്ന് പറഞ്ഞപ്പോൾ മൈക്കില്ല, കാരനേ ഉള്ളൂ എന്ന് ചെറുചിരിയോടെ ഒരു തമാശയും കൂടി മുഖ്യമന്ത്രി പാസാക്കി. ഉടൻ തന്നെ സൗണ്ട് സിസ്റ്റത്തിന്റെ ആൾ എത്തി തകരാറുള്ള മൈക്ക് മാറ്റി പുതിയത് ഘടിപ്പിച്ചു. മുഖ്യമന്ത്രി പ്രസംഗം തുടർന്നു. നേരത്തെയും അദ്ദേഹത്തിന് മൈക്ക് പണി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിനിടെ മൈക്ക് പണിമുടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി സംസാരിച്ച് തുടങ്ങുമ്പോഴായിരുന്നു മൈക്കിൽ നിന്ന് ഉച്ചത്തിൽ ശബ്ദമുയരുകയും നിലയ്ക്കുകയും ചെയ്തത്. രസകരമായ രീതിയിൽ മുഖ്യമന്ത്രി ആ സാഹചര്യം വന്ന് കൈകാര്യം ചെയ്തു. എല്ലായിടത്തും ഞാൻ വന്നിരുന്നാലാണ് അതിൻ്റെ ഓപ്പറേഷൻ നടക്കുന്നത്, നിങ്ങൾക്കൊരു വാർത്തയായി എന്ന് തമേശ രൂപേണ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയും ചെയ്തു. നേരത്തെ കോട്ടയത്ത് വെച്ച് നടന്ന പരിപാടിയിൽ മൈക്ക് പണിമുടക്കിയിരുന്നു. കോട്ടയം ലോക്സഭാ മണ്ഡല LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ കൺവെൻഷനിടെയായിരുന്നു സംഭവം. പിണറായി വിജയൻ പ്രസംഗം ആരംഭിച്ച ഉടനെയാണ് മൈക്ക് ഒടിഞ്ഞു വീണത്. പ്രശ്നം പരിഹരിച്ച് പ്രസംഗം തുടരുന്നതിനിടെ സദസ്സിലെ ആംപ്ലിഫയറിൽ നിന്ന് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതും പരിഭ്രാന്തി പരത്തി. ഇതോടെ മുഖ്യമന്ത്രി വീണ്ടും പ്രസംഗം നിർത്തി. പ്രശ്നം പരിഹരിച്ചയുടൻ പ്രസംഗം തുടരുകയും ചെയ്തു. ഇതിന് പിന്നാലെ അടൂരിലെ വാർത്താ സമ്മേളനത്തിനിടെ മൈക്ക് പണിമുടക്കിയിരുന്നു. വൈറ്റ് പോർട്ടിക്കോ ഹോട്ടലിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു മൈക്ക് പണിമുടക്കിയത്. തുടർന്ന് മൈക്ക് ഓഫ് ചെയ്തായിരുന്നു പത്രസമ്മേളനം തുടർന്നത്. അതേസമയം മറ്റൊരു സംഭവം ഉണ്ടായത് കോട്ടയത്ത് LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടിന്റെ പ്രചാരണ പരിപാടിക്കിടെ മൈക്ക് ഒഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം തടസ്സപ്പെട്ടതിൽ ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് തേടിയിരുന്നു. തലയോലപ്പറമ്പ് പോലീസിനോട് സംഭവം അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശവും നൽകിയതാണ്. സ്പെഷ്യൽ ബ്രാഞ്ചും സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടെയായിരുന്നു സംഭവം. മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടെ മൈക്ക് ഒടിഞ്ഞു വീണ് പ്രസംഗം 5 മിനിറ്റോളമാണ് തടസ്സപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.